എന്താണ് ഒരു വട്ടം വെക്കല്? വണ്ടി എടുത്ത് മാറ്റാ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ സാറേ? ഇതിപ്പോ വിഷ്ണുവേട്ടന്റെ ഇൻഷുറൻസ് തുക കൊണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കണം. ഒരു പുണ്യപ്രവൃത്തി. അതിനു വേണ്ടിയാ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. പറഞ്ഞാ മതി, എപ്പോ വേണമെങ്കിലും ഞാൻ റെഡിയാ. എന്നാ പിന്നെ ഇനിയൊരു യാത്ര പറച്ചിലില്ല. ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊണ്ടുപോകണം ശ്യാമേ. രോഹിത്ത് വരുമ്പോ കൊടുത്തുവിടാന്ന് കരുതിയിരിക്കുക. അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും കാശ് വേണ്ട ശാന്തിച്ചി. അച്ഛനാണെങ്കിൽ കാശിന് വേണ്ടി നെട്ടോട്ടോ ഓടുക. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ആരോടെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും കാര്യങ്ങൾ നടത്തും. അച്ഛൻ ആര് കാശ് കടം കൊടുക്കാനാ? ഒരു സ്ഥിരതയില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് എന്തുറപ്പിൽ ആളുകൾ കാശ് കടം കൊടുക്കുക? ഇപ്പൊ തന്നെ ശാരികേച്ചിയുടെ കാര്യം തന്നെ എടുത്തേ. ഇത് ഇന്നോ ഇന്നലെയോ ഒരാഴ്ച മുമ്പോ തുടങ്ങിയതല്ലോ. പണം കണ്ടെത്തി വെക്കാനായിരുന്നെങ്കിൽ സംഘടിപ്പിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ആരും ഒന്നും ചെയ്തില്ല. എന്നിട്ടിപ്പൊ കാശിനോടി നടക്കുക. നിങ്ങളുടെ അച്ഛൻ കാശ് കണ്ടെത്തി വെക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ അച്ഛന്റെ പിടിപ്പുകേടാണെന്നേ ഞാൻ പറയൂ. പക്ഷേ ആ കൂട്ടത്തിൽ നിങ്ങളുടെ അമ്മയെ പെടുത്തരുത്. ശാരിക ഗർഭിണിയായ വിവരം അറിഞ്ഞ അന്ന് മുതല് ചിട്ടിക്ക് ചേരുകയും അത് ഈ പ്രസവത്തിന്റെ ചെലവിലേക്കായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് ശാരദാമ്മ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാ. ചിട്ടിയോ? അതെ, ചിട്ടി തന്നെ. 1,00,000 രൂപയുടെ ചിട്ടിയാ. വട്ടം എത്താറായതുകൊണ്ട് 5 പൈസ കുറയാതെ കിട്ടുകയും ചെയ്തതാ. അത് ചിട്ടി നടത്തുന്ന സീമ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. സീമ ചേച്ചി ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. അല്ല, എത്ര രൂപയുടെ ചിട്ടിന്നാ പറഞ്ഞേ? 1,00,000 രൂപയുടെ. സീമ ചേച്ചി കൊണ്ടൊന്ന് തരേണ്ടതാണല്ലോ. ഇനി ഗോപാലന്റെ കയ്യിലെങ്ങാനും കൊടുത്തിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെയാണെങ്കിൽ പണത്തിന് വേണ്ടി അച്ഛൻ ഈ ഓട്ടം മുഴുവൻ ഓടില്ലായിരുന്നല്ലോ. എങ്കിൽ സീമ ചേച്ചി വിളിച്ചാ മതി. സീമ ചേച്ചി കൊണ്ടുവന്ന് തരും പൈസ. ആ മോളെ, വൈകുന്നേരത്തിലുള്ള പലഹാരത്തിന്റെ പൊടി കുഴയ്ക്കാനുണ്ട്. അകത്ത് നാം മാവിങ് എടുത്തു തന്നേക്ക്. ശരി. ആ പിന്നെ ശാന്തിജി, അതെ, അച്ഛന്റെ കാര്യം അറിയാലോ. എവിടെന്നെങ്കിലും കാശ് കിട്ടുമെന്ന് അറിഞ്ഞാ പിന്നെ അതും പ്രതീക്ഷിച്ചങ്ങിരിക്കും. പിന്നെ മറ്റൊരു വഴി ചിന്തിക്കുക പോലും ഇല്ല. ഒരാളോടും 10 പൈസ ചോദിക്കേയില്ല. അതുകൊണ്ടേ ഈ കാശിന്റെ കാര്യം ഇപ്പൊ അച്ഛനോട് പറയണ്ട. ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. ശരി മോള് ചെല്ലേ. ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ആര് നടത്തിയാലും വേണ്ടില്ല. ശാരികയും കൊച്ചും സുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിയാ മതി. അതിനുവേണ്ടിയാ ശാരദാമ്മ കഷ്ടപ്പെട്ട് ഈ പണമൊക്കെ ഉണ്ടാക്കിയത്. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണുന്ന ഒരാളാ ശാരദാമ്മ. അവരുടെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാവണം. എനിക്കത്രേ പറയാനുള്ളൂ. പണം കയ്യിൽ കിട്ടിയാ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ആളാ അച്ഛൻ. ദേ, ശാന്തേച്ചി പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഈ കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞ്.
എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ശ്യാമേ. ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. ശരി ചേച്ചി. ആ, ഞാൻ അകത്ത് പോയി മാവെടുത്തിട്ട് വരാം. ഞാൻ മാവെടുത്തിട്ട് ഇപ്പൊ വരാം. ശ്യാമ എന്തിനാ ഈ വിവരം മറ്റാരും അറിയരുതെന്ന് എടുത്തെടുത്ത് പറയുന്നത്? ആ, ചിലപ്പോ അച്ഛന്റെ സ്വഭാവം അറിയാവുന്നോണ്ടായിരിക്കും. ആ, നമ്മൾ എന്തിനാ ഇത് ആലോചിച്ച് തലമുണ്ടാക്കുന്നത്? അവരുടെ അമ്മ ഉണ്ടാക്കിയ കാശ്. ശാരദാമ്മ ഉണ്ടായിരുന്നപ്പോ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന വീടാ. ശാരദാമ്മയുടെ കുറവ് ഇവിടെ പലരും മുതലെടുക്കുന്നുണ്ട്. ശാരിക ഗർഭിണിയായ വിവരം അറിഞ്ഞ അന്ന് മുതല് ചിട്ടിക്ക് ചേരുകയും അത് ഈ പ്രസവത്തിന്റെ ചെലവിലേക്കായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഗോപാലേട്ടനും ഇപ്പൊ നന്നായി കുടുംബം നോക്കുന്നുണ്ട്. ശാരദാമ്മ ഇല്ലാത്ത കുറവ് അറിയിക്കാതെ ഇപ്പൊ കൃത്യമായി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനി അങ്ങേരെയും കൂടി ഈ മക്കള് ചീത്തയാക്കാതിരുന്നാ മതി. 1,00,000 രൂപയുടെ ചിട്ടിയാ. ആ, അവരായി അവരുടെ പാടായി എന്തേലും ആവട്ടെ. ഗ്ലാസ് പുതിയതാണോ സാറേ? പെങ്ങളുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നല്ല ലുക്ക്. ആ, താങ്ക് യു. സാറേ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ചമ്പക്കര മാർക്കറ്റിലേക്ക്. സാറേ, നമ്മൾ 3 പോലീസുകാരേ ഉള്ളൂ. ആ സ്ഥലത്ത് കയറിയാ പിന്നെ കാര്യങ്ങൾ സാറിന് അറിയത്തില്ലേ? ഇടോ, ഗുണ്ടകളുടെ അമ്മത്തൊട്ടില്ല ചമ്പക്കര മാർക്കറ്റ് എന്നെനിക്കറിയാം. പക്ഷേ അതിനകത്ത് പോയി ജെയ്സനെ പൊക്കുമ്പോഴല്ലേടോ പോലീസ് ഹീറോ ആവുന്നത്. അല്ലാതെ അവന്മാരെ പേടിച്ച് സ്റ്റേഷനകത്തിരുന്ന അവന്മാരവിടെ കിടന്ന് പൂണ്ട് വിളയാടുകയില്ലേടോ. പുലിയെ പിടിക്കാൻ പുലിപടയിലേക്ക് എന്നെ കയറി ചെല്ലണം. പേടിയുള്ള ഒരുത്തരും മാർക്കറ്റിലേക്ക് കയറണ്ട. ഞാൻ കയറും. ആ ജെയ്സനെ പൊക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. പക്ഷെ എൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കാത്തവരെ പിന്നെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദേ, നമ്മൾ ജെയ്സന്റെ കോട്ടയിലേക്ക് കയറാൻ പോവുകയാണ്. കട്ടയ്ക്ക് കൂടെ നിന്നോണം. എന്താണ് ഒരു വട്ടം വെക്കല്? വണ്ടി എടുത്ത് മാറ്റാ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ സാറേ? നിനക്ക് കിട്ടിയൊന്നും പോരടാ. കിട്ടിയതിനൊക്കെ തിരിച്ചു തരാൻ പാകത്തിന് സ്വരുക്കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ചെറിയൊരു ഇൻഫർമേഷൻ തരാനാ. സാറ് തിരക്കി നടക്കുന്ന ജെയ്സൺ ഇപ്പൊ ചമ്പക്കര മാർക്കറ്റിലില്ല. പകരം തനിക്കുള്ള കെണിയൊരുക്കി മുട്ടം ഓവർബ്രിഡ്ജിന് അടിയിലുണ്ട്. ജെയ്സൺ മാത്രമല്ല, ഗുണ്ടാ ലിസ്റ്റിലുള്ള പലരും.